അതാ അവള് വരുന്നു. ജോലിക്ക് പോയതോടെ അവളുടെ ഒരു കോലം നോക്കിടി. കഷ്ടം. എന്റെ മക്കളെ ഒന്നും പറയണ്ട, ചത്തു. ആ ദേവി, എങ്ങനെയുണ്ട്? മടുത്തു. നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി. എന്നിട്ടെന്താ, വല്ല മെച്ചമുണ്ടോ? എവിടെ, എത്രയോ വീട്ടിൽ തെണ്ടി നടന്നിട്ട് ഒരു കാറും കമ്പ്യൂട്ടറും പോയിട്ട് മുട്ടസൂചി പോലും വെക്കാൻ പറ്റിയില്ല. നിനക്ക് അച്ഛനോട് പറഞ്ഞിട്ട് കുറച്ച് റിച്ച് അരി വാങ്ങിച്ചൂടെ? ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരും ഓഫീസർമാരുമുള്ള ഏരി തന്നെയാണ് എനിക്ക് തന്നത്. പക്ഷെ വിപണിയിൽ നമുക്ക് ശക്തമായ എതിരാളികളുണ്ട്. അവരുടെ പ്രോഡക്റ്റുമായി നോക്കുമ്പോൾ നമ്മുടേത് വലിയ കോസ്റ്റ്ലി ആണെന്നാ പറയുന്നത്. അതിനിടയിൽ നിന്റെ അച്ഛൻ ABC കമ്പനിയിൽ ഓണർ വെച്ച് നിന്റെ വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. നോക്ക്, ആള് പണച്ചാക്കാട്ടോ. എന്റെ മഞ്ജു, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് പണക്കാരെ തീരെ ഇഷ്ടമല്ല. അവരെപ്പോഴും പണത്തെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക. മറിച്ച് പാവപ്പെട്ടവർക്കെല്ലാം നല്ല മനസ്സായിരിക്കും. ഞാനൊരു പാവപ്പെട്ടവനെ മാത്രമേ കല്യാണം കഴിക്കൂ. നിന്റെ അച്ഛൻ കേക്കണ്ട. ആ മഞ്ജുളേ, നമ്മൾ തിരിച്ചു പോകുമ്പോ അച്ഛന്റെ ഷുഗറിനുള്ള മരുന്ന് വാങ്ങിക്കാൻ ഓർക്കണേ. ഓ ശരി. അല്ല, ടിന്റുമോനല്ലേ വരുന്നേ? എല്ലാരും ഉണ്ടല്ലോ. ഹലോ, എന്തൊക്കെയുണ്ട് ടിന്റുമോനെ? അല്ല, ഒഴുക്കിനെതിരെ നീന്തിയിട്ട് വല്ല ഗുണമുണ്ടായോ? വെറും ലോ ക്ലാസ് ഏരിയ എനിക്ക് കിട്ടിയത്. ഒരു സാധനം പോലും ഇതുവരെ ചെലവായില്ല. കഷ്ടം. അന്നേ ആ വാർഡുകൾ മാറ്റി വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, പക്ഷെ ടിന്റു അത് ചെയ്തില്ല. അതൊക്കെ ഒരുമാതിരി തോൽവി സംഭവിക്കല്ലേ. ഇപ്പോ ഫാസ്റ്റ് പിച്ചിലും സ്ലോ പിച്ചിലും ബൗൺസുള്ള പിച്ചിലും വിദേശത്തും സ്വദേശത്തും എല്ലാം റണ്ണടിക്കുന്ന ആളാണ് മികച്ച ബാറ്റ്സ്മാൻ. അതുപോലെ ഏത് പ്രതികൂല കാലാവസ്ഥയും അനുകൂലമാക്കുന്നതാണ് ഒരു ഏജന്റിന്റെ ധർമ്മം. അല്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മരുന്ന് ഷോപ്പ് ഉണ്ടോ? പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്ത് മരുന്നാ വേണ്ടേ? അച്ഛന് കുറച്ച് ഷുഗർ ഉണ്ടേ, അതിന്റെ മരുന്ന് വാങ്ങാന്. അച്ഛൻ എന്താ ജോലി? അച്ഛന് കൂലിപ്പണിയാ. അപ്പൊ അമ്മ? അമ്മ ഇല്ല, 2 വർഷം മുമ്പ് ഒരു അപകടത്തിൽ മരിച്ചു. ദേവിയുടെ വീട്? ഞങ്ങളൊരു പഴയ വീട്ടിലാ താമസം. അപ്പൊ പൈസക്കൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും അല്ലേ? എന്താ ചെയ്യാ, ഞങ്ങളുടെ വീടിന്റെ ആധാരമൊക്കെ ബാങ്കിലാ. ഏത് നിമിഷവും ജപ്തി ഉണ്ടാവും. നിങ്ങൾ ആ ബില്ലും തരുമോ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ തന്നെ. ഞാൻ പൈസ വേണ്ടേ? ഓ, അത് ഞാൻ വാങ്ങിക്കാം. നോക്ക്, ഇതിന് ഒരുപാട് കാശാവും. ഹേയ്, അത് സാരമില്ല, എന്റെ കയ്യിലുണ്ട്. ശരി നല്ലേ. ഞാൻ മുമ്പ് പറഞ്ഞെല്ലാം ശരിയാണെന്ന് മനസ്സിലായില്ലേ? ഈ പാവപ്പെട്ടവർക്കെല്ലാം നല്ല മനസ്സായിരിക്കും. എന്നാലും ആ പാവത്തിനോട് ഇത്രയും ക്രൂരത വേണ്ടില്ലായിരുന്നു. എന്തൊക്കെ കള്ളത്തരാ പറഞ്ഞത്. അതുകൊണ്ട് എന്താ, ആളുടെ സ്വഭാവം മനസ്സിലായില്ലേ? ഹീസ് എ വെരി ഗുഡ് ജെന്റിൽമാൻ. ഇതാ മരുന്ന് കേട്ടോ. ഡോക്ടർ ഒരാഴ്ചത്തേക്ക് എഴുതിയാൽ ഞാൻ 1 മാസത്തേക്കുള്ളിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സ്ഥിരം ഉപയോഗിക്കേണ്ടതാണല്ലോ. ബില്ലിതാ, എല്ലാം മരുന്നില്ലേ, ഒന്ന് ചെക്ക് ചെയ്തേക്ക്. എന്നാ ശരി. ദേവി എന്താ ശ്രീദേവി, നീ ദേവലോക റാണിയല്ലേ റാണി, മഹാറാണി നീ ദേവലോക റാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം. അപ്പൊ ശരി, കാണാം എല്ലാരോടും. ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന ആള് ഇപ്പൊ എന്റെ മുന്നിലെത്തി. ഹലോ മേഡം, എന്നെ മനസ്സിലായില്ലേ? ഞാനന്ന് വന്നിരുന്നു. കാറും ടി വി ഒന്നും വേണ്ട, അന്നേ ഞങ്ങൾ സാറോട് പറഞ്ഞതല്ലേ. ഞാൻ കാറും ടി വി ഒന്നും വിൽക്കാൻ വന്നതല്ല. പിന്നെന്തിനാ സാറേ വന്നത്? മാഡം, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷാ? അതെന്തുവാ സാറേ അങ്ങനെ പറഞ്ഞാല്? മാഡത്തിന് ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹം? ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹം? അതാണ്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹമുണ്ട് സാറേ, പക്ഷേ പൈസക്ക് നിവൃത്തിയില്ല. അതിന് പൈസ ആര് ചോദിച്ചു? മാഡം ചുമ്മാ വന്നിരുന്നാ മതി, ഈ കോഴ്സ് ഫ്രീ ആണ്. ഫ്രീ ആണെങ്കിൽ ഞാൻ വരാം സാറേ. ശരി, ശരി. അടുത്ത വീട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ പറഞ്ഞേക്കാം. ശരി. മോനെ, ഇതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. നിങ്ങൾ ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എന്താണ് വേണ്ടത്? മേ ഐ കമിങ് സാർ, അങ്ങനെ പറയൂ. വീണ്ടും വരൂ. മേ ഐ കമിങ് സാർ? പ്ലീസ് കം, പ്ലീസ് കം. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിക്കാം. ഇപ്പോ രാമ കിൽഡ് രാവണ, അതിന്റെ പാസീവ് വോയിസ് എന്താണ് വരിക? രാവണ വാസ് കിൽഡ് ബൈ രാമ. അങ്ങനെയാണെങ്കിൽ ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, അതിന്റെ പാസീവ് വോയിസ് എങ്ങനെ പറയും? ഐ വാസ് മെയ്ഡ് ബൈ എ മിസ്റ്റേക്ക്. അയ്യോ അല്ല, എ മിസ്റ്റേക്ക് വാസ് ഡൺ ബൈ മീ. ഓക്കെ. ഇപ്പോ വർക്ക് വർക്ക്ഡ് വർക്ക്ഡ്, സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ. അങ്ങനെയാണെങ്കിൽ കീപ് എന്ന വാക്കിന്റെ 3 രൂപം പറയൂ. കീപ്, കോപ്പ്, കോപ്പൻ. അയ്യോ അങ്ങനല്ല, കീപ്, കെപ്റ്റ്, കെപ്റ്റ് എന്നാണ്. സാറേ, ഈ ചൈനയിലെ വൻമതിൽ എങ്ങനാ ലോകാത്ഭുതങ്ങളിൽ ഒന്നായേ?
നിങ്ങൾക്കറിയാലോ ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ 1-2 മാസം കൊണ്ട് തീരുന്ന കേസ് കെട്ടാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പക്ഷെ അവരുണ്ടാക്കിയ ഒരു മതിൽ 100 കണക്കിന് വർഷമായി അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ടായിരിക്കാം അതൊരു ലോകാത്ഭുതമായി കണക്കാക്കുന്നു. സാറേ എനിക്കൊരു സംശയം. ശേ, മലയാളത്തിലൊന്നും ചോദിക്കല്ലോ സർ. ഐ ഹാവ് എ ഡൗട്ട് അങ്ങനെ ചോദിക്കും. വേഗം. ഐ ഹാവ് എ ഡോട്ട്. ഡൗട്ട് അല്ല, ഡൗട്ട്. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതുപോലത്തെ ഒരു ബുക്കാണ്. ഇത് ഞങ്ങളുടെ പാർക്കർ ആൻഡ് പോക്കർ കമ്പനി സ്പെഷ്യൽ ഓഫർ എന്ന രീതിയിൽ 1999.99 പൈസക്ക് നൽകുകയാണ്. സാറേ, ഐ ഹാവ് എ ഡൗട്ട്. ശേ, എപ്പോഴും എന്നോട് ഇങ്ങനെ സാർ ആ വാക്കിനർത്ഥം ഈ വാക്കിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? നിങ്ങൾ അതിനെന്ത് ചെയ്യണം? ഇതുപോലത്തെ ഒരു ഡിക്ഷണറി വാങ്ങി വെക്കണം. ഞങ്ങൾ പാവങ്ങളാ സാറേ, ഇതിന് മാത്രം പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ശേ, ഇതൊന്നും വലിയ പ്രശ്നമല്ല. നിങ്ങൾ 3-4 ആളുകൾക്ക് ഒരുമിച്ച് ഒരു സാധനം വാങ്ങിച്ചൂടെ? മേഡം, വെളുക്കാനുള്ള മരുന്നുകൾ, തടി കുറയ്ക്കാനുള്ള മരുന്നുകൾ, തടി കുറഞ്ഞ സ്ത്രീകൾക്ക് തടി